ഇടുക്കി ചക്രമുടിയിലെ വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി നിർമ്മാണ പ്രവർത്തനം നടത്താൻ ശ്രമിച്ചവർക്കെതിരെ ക്രിമിനൽ കേസ്. വിവാദ ഭൂമിയിലെ നീലക്കുറിഞ്ഞി ചെടികൾ ഉൾപ്പെടെ വെട്ടി നശിപ്പിച്ചതിനാണ് കേസ്. ദേവികുളം സബ് കളക്ടർ ജയകൃഷ്ണൻ വിഎമ്മിന്റെ നിർദ്ദേശപ്രകാരം രാജാക്കാട് പോലീസാണ് കേസെടുത്തത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ബൈസൺ വാലി പഞ്ചായത്തിൽ വിവാദ ഭൂമിയിൽ റവന്യൂ വകുപ്പിന്റെ വിലക്ക് ലംഘിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്താൻ ചിലർ തുനിഞ്ഞത്. അതിക്രമിച്ചു കയറി കാട് വെട്ടിത്തെളിക്കുകയും നീലക്കുറിഞ്ഞി ചെടികൾ വെട്ടി നശിപ്പിക്കുകയും ചെയ്ത സംഭവത്തിലാണ് രാജാക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് കേസ്. ദേവികുളം സബ് കളക്ടർ ജയകൃഷ്ണൻ വിഎമ്മിന്റെ നിർദ്ദേശപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. വിവാദ ഭൂമി കയ്യേറിയ അടിമാലി സ്വദേശിയുടെ തൊഴിലാളികളാണ് നീലക്കുറിഞ്ഞി ചെടികൾ ഉൾപ്പെടെ വെട്ടി നശിപ്പിച്ചത്. നാട്ടുകാർ പരാതിപ്പെട്ടെങ്കിലും റവന്യൂ വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തിയില്ലെന്ന ആക്ഷേപവുമുണ്ടായിരുന്നു. നാട്ടുകാരുടെ പരാതിയിൽ രാജാക്കാട് പോലീസ് എത്തിയാണ് കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ചത്. പിന്നീട് വിഷയം സംബന്ധിച്ച് സബ് കളക്ടർ നടത്തിയ അന്വേഷണത്തിലാണ് വിലക്കുള്ള ഭൂമിയിൽ കയ്യേറ്റം നടത്താൻ ശ്രമം നടന്നതായി കണ്ടെത്തിയത്. എന്നാൽ സംഭവം സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയ ബൈസൺ വാലി വില്ലേജ് ഓഫീസർ വാസ്തവവിരുദ്ധ റിപ്പോർട്ടാണ് നൽകിയതെന്ന് ചക്രമുടി സംരക്ഷണ സമിതി ആരോപിച്ചു. ചക്രമുടിയിലെ കയ്യേറ്റം അന്വേഷിക്കാൻ എത്തിയ IG കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം താഴിട്ടു പൂട്ടിയ ഗേറ്റിന്റെ താഴുപൊളിച്ചാണ് ഒരു സംഘം ആളുകൾ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ വിവാദ സ്ഥലത്ത് അതിക്രമിച്ചു കടക്കുകയും 1/2 ഏക്കറിലധികം സ്ഥലത്തെ കാട് വെട്ടുകയും ചെയ്തത്. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ചക്രമുടിയിലെ മലനിരകളിലെ കയ്യേറ്റം സംബന്ധിച്ച് റവന്യൂ വകുപ്പിന്റെ അന്വേഷണം ഇഴയുകയാണെന്ന ആക്ഷേപം ശക്തമാണ്. ന്യൂസ് മലയാളം, ഇടുക്കി.